രണ്ടാം സെമി ഫൈനലിലേക്ക് വടംവലിച്ചുകയാണ്. അഖില കേരള വടംവലി മത്സര രംഗത്ത് നിത്യേന ഫൈനൽ മത്സരങ്ങളിൽ മുഖാമുഖം ഏറ്റുമുട്ടുന്ന താരോദയങ്ങൾ ഇത്തവണ 8 അംഗങ്ങൾ 560 കിലോഗ്രാം വിഭാഗത്തിൽ മലയാള മനോരമയും സൗവർണിക ഗ്രൂപ്പും സംഘടിപ്പിച്ചിരിക്കുന്ന സംസ്ഥാനതല വടംവലി ചാമ്പ്യൻഷിപ്പിന്റെ 3ാം ക്വാർട്ടർ ഫൈനലിൽ മുഖാമുഖം പോരടിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്നു. വിജയിച്ചാൽ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കും, പരാജയപ്പെട്ടാൽ ഈ ടൂർണമെന്റിൽ നിന്ന് തന്നെ പുറത്തു പോകും. കൈയടിച്ച് മാത്രം മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക നെഹ്റുജി കുളനാട്, ആഹാ ഫ്രണ്ട്സ് എടപ്പാൾ മലപ്പുറം ടീമുകൾ തമ്മിലുള്ള പോരാട്ടം. കൈയടിച്ച് മാത്രം മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കും. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഏറ്റവും ബഹുമാന്യനായ ഹൈക്കോടതി ജഡ്ജി ശ്രീ കമാൽ പാഷ അവർ സമ്മാനദാനം നിർവഹിക്കുന്നു. അഖില കേരള വടംവലി മത്സരത്തിന്റെ അവസാന പോരാട്ടങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന മത്സരങ്ങൾ വീണ്ടും നഷ്ടപ്പെട്ട ലീഡ് തിരിച്ചെടുക്കുവാൻ ഉറച്ച നെഹ്റുജി കുളനാട് മത്സര രംഗത്തേക്ക് തിരിച്ചെടുക്കുന്ന കാഴ്ച. എതിർവശത്ത് ആഹാ ഫ്രണ്ട്സ് എടപ്പാൾ മലപ്പുറം അവസാന നിമിഷം വരെ മത്സരത്തിൽ നിലയുറപ്പിച്ച് തിരിച്ചു പിടിക്കുവാൻ കഴിവുള്ള മത്സരാർത്ഥികൾ. കൈയടിച്ച് മാത്രം ഇരു ടീമുകളെയും പ്രോത്സാഹിപ്പിക്കുക. ആടിയുലയുന്ന ലീഡ് ഏത് നിമിഷവും തിരിച്ചെടുക്കാൻ കഴിവുള്ള മത്സരാർത്ഥികൾ ഇരുപുറവും നിന്നുകൊണ്ട് മത്സരത്തെ സമ്പന്നമാക്കുന്നു. 100 അടി വിജയദൂരം, 100 അടി കോപ്പിൽ 10 അടി വിജയദൂരം താണ്ടുവാൻ ഉറച്ച് 16 ചാമ്പ്യൻ കായിക താരങ്ങൾ. 8 വീതം താരങ്ങൾ 2 ടീമുകളിലായി 2 വ്യത്യസ്ത ജില്ലക്കാർ, വ്യത്യസ്ത ശൈലിയിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികൾ. അവസാന നിമിഷം വരെ മത്സരത്തിൽ സജീവമായി നിന്ന് തിരിച്ചു നടക്കാൻ കഴിവുള്ള മലപ്പുറം ശൈലിയിൽ മത്സരിക്കുന്ന ആഹാ ഫ്രണ്ട്സ് എടപ്പാൾ മലപ്പുറം ഒരു വശത്ത്. ഏത് നിമിഷവും ലഭിക്കുന്ന ലൂസ് മാത്രം മത്സരത്തിൽ പിടിച്ചു മുറുക്കിക്കൊണ്ട് മത്സരത്തെ സജീവമാക്കുന്ന കോട്ടയം ശൈലി ഉടമകൾ നെഹ്റുജി കുളനാട് പാല മറുവശം നിന്നുകൊണ്ട് മത്സരിക്കുന്നു. കൈയടിച്ചതിന്റെ മത്സരത്തെ സ്വീകരിക്കുക. മറ്റൊരു ചാമ്പ്യൻ പോരാട്ടം ആദ്യ റൗണ്ടിലെ പാലക്കാട് തൃശൂർ പോരാട്ടങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരു മത്സരത്തിലേക്ക് അടുത്ത റൗണ്ടിൽ കോട്ടയത്തിന്റെ ചാമ്പ്യൻ ടീമുകളിൽ നിന്ന് നെഹ്റുജി കുളനാട് പാല കോട്ടയം, ആഹാ ഫ്രണ്ട്സ് എടപ്പാൾ മലപ്പുറം ടീമുകൾ തമ്മിൽ മാറ്റുരയ്ക്കും. അവസാന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന് കോട്ടയം ജില്ലാ ടീം, ചലഞ്ചേഴ്സ് മറ്റക്കുഴി ടീമുകൾ തയ്യാറാവും. കൈയടിച്ച് മാത്രം മത്സരത്തെ സ്വീകരിക്കുക. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഈ മത്സരവേദിയിൽ ആരംഭിച്ച ഈ പോരാട്ടം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കും. ഏതാനും നിമിഷങ്ങൾ കൂടി പിന്നിടുമ്പോൾ അഖില കേരള വടംവലി മത്സരത്തിന്റെ ചാമ്പ്യന്മാരെ നിർണയിക്കുന്ന സെമി ഫൈനൽ, ഫൈനൽ പോരാട്ടങ്ങളിലേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ ഉറച്ചു 16 ചാമ്പ്യൻ താരങ്ങൾ ഏതാണ്ട് 4 അടിയോളം വിജയപഥങ്ങളിലേക്ക് വടംവലിച്ചു കയറി. നെഹ്റുജി കുളനാട് മത്സരത്തിൽ സജീവമായി തന്നെ നിലനിൽക്കുന്നു. ഒരു കാലഘട്ടത്തിന്റെ ചാമ്പ്യൻ താരോദയം സജീവാവുകണവും ജയേഷും സജോയും തോമസും ജോമോനും സംഘവും നീലക്കുപ്പായത്തിൽ അടിവച്ച് മുന്നോട്ട് കയറുന്ന കാഴ്ച. കൈയടിച്ചാണ് പ്രോത്സാഹിപ്പിക്കുക. മറുവശത്ത് ബനാത്തും ഷംസീറിന്റെ നേതൃത്വത്തിൽ നൌഷാദും മുഹമ്മദും സണ്ണിയും പ്രജിത്തും സാദത്തും സംഘവും മത്സരിക്കുന്നു. അവസാന നിമിഷങ്ങളിലേക്ക് പോരാട്ടം മുറുകുമ്പോൾ അവസാന 10 അടി ലൈനിലേക്ക് നെഹ്റുജി കുളനാട് മുന്നോട്ട്. കൈയടിച്ച് മാത്രം മത്സരത്തെ സ്വീകരിക്കുക. ആയിരക്കണക്കിന് വരുന്ന കായിക പ്രേമികൾക്ക് ആവേശം വിതറുന്ന ഒരു പോരാട്ടം കാഴ്ചവെക്കുന്ന ഇരു ടീമുകൾ, 2 വ്യത്യസ്ത ജില്ലക്കാർ, വ്യത്യസ്ത ശൈലിക്കുടമകൾ, 2 ചാമ്പ്യൻ ടീമുകൾ, 16 ചാമ്പ്യൻ മത്സരാർത്ഥികൾ. കൈയടിച്ച് മാത്രം മത്സരം